നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം അവശേഷിക്കെ മണ്ഡലത്തിൽ കാടടച്ച പ്രചാരണത്തിൽ മുന്നണികൾ. LDFന്റെയും UDFന്റെയും രണ്ടാംഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഓരോ ദിനവും പുതിയ വിവാദങ്ങൾ ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയും PDPയുടെ LDF പിന്തുണയുമാണ്. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുഹൈൽ, എന്തായാലും പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു. ഒപ്പം തന്നെ ഓരോ മുന്നണികൾക്കും അവരുടേതായ ശക്തിയും ദൗർബല്യവും ഒക്കെയുണ്ട്. പലതരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വിവരങ്ങൾ പറയൂ. കൃഷ്ണ TK രജിത്ത്, തെരഞ്ഞെടുപ്പിന് എത്തിപ്പോയി എന്ന് പറയുന്ന മട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നണികൾക്ക് മുമ്പിൽ പ്രചാരണത്തിനുള്ളൂ. ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞ് 9ാം നാൾ ഈ നിലമ്പൂരിന്റെ ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ പരിമിതമായ ഈ 8 ദിനം കൊണ്ട് പരമാവധി വോട്ടർമാരെ കണ്ട് പരമാവധി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് പരമാവധി എഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ എല്ലാ മുന്നണികളും ഉള്ളത്. LDFും UDFും NDയും തൃണമൂൽ പിന്തുണയുള്ള സ്വന്തനായ PV അൻവറും ഒക്കെ മത്സരിച്ച് തന്നെയാണ് പ്രചാരണ ആവേശത്തിലുള്ളത്. ഒരു പിടി പോലും ആരും പിന്നോട്ട് പോകുന്നില്ല. നിലവിൽ LDFന്റെ പ്രചാരണത്തിനായി ഇന്നും മന്ത്രിമാർ കളത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്ന് പോത്തുകൽ, അതായത് സ്വരാജിന്റെ ജന്മനാടായ പോത്തുകൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് LDFന്റെ പ്രചാരണമുള്ളത്. LDFന്റെയും UDFന്റെയും രണ്ടാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ഇന്നലത്തോടെ ഒന്നാം ഘട്ട പര്യടനങ്ങൾ, അതായത് 7 പഞ്ചായത്തുകളും 1 മുനിസിപ്പാലിറ്റികളുമാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അതിൽ ഒന്നാം ഘട്ട പര്യടനം ഇരു മുന്നണികളും പൂർത്തിയാക്കി. രണ്ടാമത്തെ വോട്ടെടുപ്പിക്കൽ, നമ്മൾ പരീക്ഷയെ സംബന്ധിച്ചൊക്കെ പറയുന്ന പോലെ റിവിഷൻ, അതുപോലെയാണ് രണ്ടാം ഘട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ഇന്ന് പ്രധാനമായും വഴിക്കടവ്, എടക്കര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, വോട്ട് തേടുന്നത്. പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളുമായൊക്കെ കളത്തിൽ സജീവമാവുകയാണ് LDF, UDF, NDA മുന്നണികൾ. UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നും സമാനമായ രീതിയിൽ ഇന്നലത്തെ പോലെ തന്നെ രംഗത്തുണ്ട്. NDയും സമാനമായ രീതിയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിനാണ് തുടക്കമിട്ടത്. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ 8 ദിനങ്ങൾ മാത്രമാണുള്ളത്. 8 ദിനങ്ങൾ പരമാവധി വോട്ടർമാരെ കാണുക, അതിനപ്പുറത്തേക്ക് സ്റ്റാർ ക്യാമ്പയിൻസിനെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ 13ാം തീയതി മുതൽ LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും 13ാം തീയതി തന്നെ പ്രിയങ്ക ഗാന്ധി MP അടക്കം ഇവിടെ മണ്ഡലത്തിലുണ്ടാകും. ഒപ്പം PV അൻവർ, യൂസുഫ് പത്താനെ 15ാം തീയതി എത്തിക്കും. അങ്ങനെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, വാഹന പ്രചാരണ ജാഥകൾ, പൊതുയോഗങ്ങൾ, റാലികൾ, അങ്ങനെ എല്ലാം കളർഫുൾ കാഴ്ചയാണ് നിലമ്പൂരിലുള്ളതെങ്കിലും ഏറ്റവും ആധികാരികമായി ഏറ്റവും കൂടുതൽ എഡ്ജ് ഉണ്ടാക്കാൻ ശ്രമത്തിലാണ് മുന്നണികളുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഇവിടെ വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം, പിന്നീട് ചോക്കേറ്റി മരിച്ച അനന്തുവിന്റെ മരണം, അങ്ങനെ ഓരോ ദിവസവും ഗോതയിൽ ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി മണ്ഡലത്തിൽ ചർച്ചയാകുന്നത് വർഗീയ ശക്തികൾ എന്നാരോപിക്കപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒപ്പം PDPയുടെയും LDF, UDF പിന്തുണയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് UDF പിന്തുണ അറിയിച്ചതോടെ വലിയ വിവാദമാണ് LDF ഉണ്ടാക്കിയത്. UDF എന്നത് വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത സംഘടനയെ മാറിയെന്ന വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു, ഒരു വർഗീയ ആംഗിളിലായിരുന്നു കാര്യങ്ങൾ LDF അവതരിപ്പിച്ചത്. അതേസമയം LDFന് PDP പിന്തുണ അറിയിച്ചത് UDF ആയുധമാക്കുന്നു. അപ്പോൾ LDF ന്യായീകരണം PDP വർഗീയ പാർട്ടിയല്ല, മറിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന രീതിയിൽ ന്യായീകരണവുമായാണ് LDF രംഗത്തത്. അതേസമയം ഹിന്ദു അഖില ഭാരത സഭയുടെ പിന്തുണ LDFനെ അറിയിച്ചതും, അതായത് അവർ LDFന് പിന്തുണ അറിയിച്ചതും വരും ദിവസങ്ങൾ UDF വലിയ ചർച്ചയാക്കും. അങ്ങനെ എല്ലാ വിഷയങ്ങളും സജീവ ചർച്ചയായി. അഴിമതി, ഒപ്പം ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്ന ചോദ്യം, അതിനപ്പുറത്തേക്ക് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ, അങ്ങനെ സകല വിഷയങ്ങളും ചർച്ചയാക്കി കൊടുമ്പിരി കൊള്ളുകയാണ് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോത. TK രജിത്ത്, ക്രിസ്റ്റീന. ശരി, സുഹൈൽ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ, PDPയുടെ LDF പിന്തുണ, അതാണ് പ്രചാരണ രംഗത്ത് സജീവ രാഷ്ട്രീയ വാക്പോരിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇനി നിലമ്പൂർ വിധി എഴുതാൻ 8 ദിവസം മാത്രമാണ് ബാക്കി. പ്രധാന നേതാക്കളെ, ദേശീയ നേതാക്കളെ അടക്കം കളത്തിലേക്ക് ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ.